ആമസോണിന്റെ അടുത്ത് ഫ്ലിപ്കാർട്ടിന് വേണ്ടി ഒരു ഫിലിം ഡയലോഗ് പറയാൻ പറഞ്ഞ അവര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒരു മര്യാദ വേണ്ടേ? എന്തുകൊണ്ടാണെന്നറിയോ? ആമസോൺ ഇപ്പൊ എന്ത് ചെയ്യോ ആ പരിപാടി എല്ലാം കോപ്പി അടിക്കുക, അല്ലെങ്കിൽ അതിന് ബദലായിട്ട് വേറൊരു സംഭവം കൊണ്ടുവരിക. ഇതാണ് ഫ്ലിപ്കാർട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവർ ഇതിൽ കൂടുതൽ എന്തായാലും വേറെ ഒന്നും പറയാൻ പോകുന്നില്ല. എന്താണ് ഇവിടെ ഫ്ലിപ്കാർട്ടിന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല. കാരണം ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഫ്ലിപ്കാർട്ടിൽ പുതുതായിട്ട് മിടുക്കന്മാരും ഇല്ലേ? എല്ലാ മണ്ടന്മാരാണോ സ്റ്റാഫുകൾ ഇരിക്കുന്നത്? അവർക്ക് ആലോചിച്ചും പിടിച്ചും ഇതുപോലെ ഓരോ ഓഫറുകൾ കൊണ്ടുവരാൻ അറിയത്തില്ലേ? ആകെ അവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പഴയ ഓഫർ സെയിലുകളുടെ പേരുകൾ അങ്ങോട്ട് മാറ്റി ഇപ്പൊ പുതിയ പേരുകൾ കസ്റ്റമേഴ്സിനെ എങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. കൂടാതെ വിഷ്വലി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഉറപ്പായിട്ടും ആമസോണിൽ നോക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ മേടിക്കാനും ചാൻസ് ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഫ്രോഡ് പണികൾ നടക്കുന്നത് ഫ്ലിപ്കാർട്ടിലാണ് ആമസോണിനേക്കാളും. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിപ്പോ ആമസോൺ ആയിക്കോട്ടെ നമ്മുടെ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ വീഡിയോ കമന്റ് ആയിട്ട് ഇടും, മറ്റുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആകട്ടെ. കുറെ പേര് ആക്ച്വലി ഓഫർ സെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് ബജറ്റ് ധമാൽ ഇറങ്ങിയ സമയത്ത് തന്നെ, അതിന്റെ പേര് മാറിയല്ലോ, ബിഗ് ബജറ്റ് ഡേയ്സ് ഇറങ്ങിയ സമയത്ത് തന്നെ ഓഗസ്റ്റ് 1 മുതൽ 5 വരെയുള്ള ആ ഒരു ഓഫർ സെയിലിൽ തന്നെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയർബഡ്സിന്റെ ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദയവ് നിങ്ങൾ ഇപ്പോൾ മേടിക്കരുത്, പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മേടിക്കുക. കാരണം ഇതിനേക്കാളും കാശ് കുറച്ച് മറ്റൊരു ഓഫർ സെയിൽ വരും, അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാം. എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓഫേഴ്സിൽ സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കാരണം ഓഫർ വീഡിയോസ് ആണ് പൊതുവെ നമ്മുടെ ചാനൽ ചെയ്യുന്നത്. പിന്നെ ഇയർബഡ്സുകളുടെയും മറ്റുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളുടെയും അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ഉണ്ട്. എന്നാൽ പോലും ഓഫർ വീഡിയോസ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഉടായ്പകൾ എടുത്തു പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഓഫർ സെയിൽ ഇത് മേടിച്ചാൽ വർത്ത് ബൈങ് ആകോ, അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗമുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഓരോന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, അതിൽ വേറൊരു സംശയമില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നടക്കാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് സെയിലും അതുപോലെ തന്നെ ആമസോണിൽ നടക്കാൻ പോകുന്ന ദ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിന്റെ കാര്യങ്ങളാണ്. എന്തായാലും ഓഫേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ കൂടാതെ ഇയർബഡ്സുകളുടെ പ്രീമിയം നോർമൽ ക്വാളിറ്റി കേസസ്, വാച്ച് സ്ട്രാപ്പുകൾ, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സുകൾ എല്ലാം തന്നെ ഇൻസ്റ്റലുള്ള ദീപ് സ്റ്റോറിൽ വന്നാലും അവിടെ നിന്ന് മേടിക്കാം. മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. ഓഗസ്റ്റ് 6 ഉച്ചയ്ക്ക് 12 മണി മുതലാണ് 2 വെബ്സൈറ്റുകളിലും ഓഫർ സെയിലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതും എടുത്തു പറയേണ്ടത് നമ്മുടെ ആമസോണിൽ ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് വന്നതിന് ശേഷമാണ് ഫ്ലിപ്കാർട്ട് പെട്ടെന്ന് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് സെയിൽ ഇതുപോലെ ഉച്ചയ്ക്ക് 12 മണിക്ക് വരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും ഫ്ലിപ്കാർട്ടിൽ പ്ലസ് മെമ്പർ ആയിക്കോട്ടെ ആമസോണിൽ പ്രൈം മെമ്പർ ആയിക്കോട്ടെ നിങ്ങൾക്ക് രാത്രി 12 മണി മുതൽ, അതായത് ഓഗസ്റ്റ് 6 12 മണി മുതൽ ഏർലി ആക്സസ് കിട്ടുന്നതാണ്. പൊതുവെ മറ്റുള്ള സമയത്തൊക്കെ തന്നെ 24 മണിക്കൂർ നമുക്ക് ഏർലി ആക്സസ് കിട്ടുമെങ്കിൽ ഇവിടെ ജസ്റ്റ് 12 മണിക്കൂർ മാത്രമാണ്. സോ നോർമൽ യൂസേഴ്സിനും അവർ അല്ലെങ്കിൽ നോർമൽ കസ്റ്റമേഴ്സിനും അവർ പ്രയോറിറ്റി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. മേ ബി ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് സെയിൽ, അതായത് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. ഇവിടെ ഫ്ലിപ്കാർട്ടിലേക്ക് വരുവാണെങ്കിൽ ICICI ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന എല്ലാ ഓഫർ സെയിലുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വളരെ നല്ല രീതിക്ക് ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. ചിലപ്പോൾ 10,000 രൂപ വരെ നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ക്രെഡിറ്റ് കാർഡുകൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മേടിച്ച് വെക്കുക. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലിമിറ്റ്, അതായത് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ്, ആ ഒരു ലിമിറ്റ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണേ. ഇവിടെ എന്തായാലും കൂടുതലൊന്നും എടുത്ത് പറയാനില്ല. ആകെ ഉള്ളത് കുറച്ച് മൊബൈൽസിന്റെ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും റേറ്റ് ഉറപ്പായിട്ടും റിവീൽ എപ്പോൾ ചെയ്യുന്നോ അപ്പോൾ തന്നെ നമ്മൾ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നതാണ്. സോ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇവിടെ iPhone 15 അവസാനം ഒരു 9 അക്കം ഇട്ട് വെച്ചിട്ടുണ്ട്. നോർമലി 65,990 എന്നാൽ ഒരു 58 മുതൽ 55 ഈ ഒരു iPhone 15 കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ മറ്റുള്ള നമ്മുടെ സ്മാർട്ട് ഫോൺ ഏരിയയിൽ നോക്കുവാണെങ്കിൽ മോട്ടോ G85 നോർമലി അതിന് 17,990 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ്. ഇതിനെന്തായാലും നോർമൽ റേറ്റ് 17,990 ആണെങ്കിൽ ഇതൊരു 15 കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ മോട്ടോറോള എഡ്ജ് 50 അൾട്ര ആണെങ്കിലും അതുപോലെ തന്നെ എഡ്ജ് ഫ്യൂഷൻ ഒരു 25,000 രൂപയ്ക്ക് നോക്കുന്നെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്. പ്രത്യേകിച്ച് ഓഫർ സമയത്ത് നമുക്ക് ചിലപ്പോൾ 20,000 രൂപയ്ക്ക് കിട്ടാം. കൂടാതെ മോട്ടോറോള എഡ്ജ് 50 Pro ആണെങ്കിൽ പോലും ഇപ്പോൾ 50 Proന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്യാമറ ഫോൺ 30,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 32,000 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഒരു 30,000 രൂപയ്ക്കകത്ത് വരെ ഇത് എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ സാംസങ് S23 ഒരു 40,000 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. S23 FE അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാറില്ല. കാരണം കഴിഞ്ഞ ഓഫർ സെയിൽ നടന്ന സമയത്ത് അവിടെ 30,000 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിനെ
അതിനേക്കാളും കുറയാൻ ചാൻസ് ഉണ്ട്. ഇൻഡിപെൻഡൻസ് ഡേയിൽ എന്തായാലും ഒരു S23 ഒക്കെ ഒരു 42-40 ഉറപ്പായിട്ടും കിട്ടുക, ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ എന്തായാലും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ പല പ്രോഡക്റ്റുകൾക്കും ആ ഒരു ഓഫർ റേറ്റുകൾ അവർ അവസാനത്തെ ആ ഒരു 9 മാത്രമേ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, 9നോട് അവർക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഫോണുകളുടെയൊക്കെ ആ ഒരു ഓഫർ സെയിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനൊക്കെ എത്ര രൂപയ്ക്ക് വരാമെന്നുള്ള പഴയ ആ ഒരു ഓഫർ സെയിലൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഇതിന്റെ കമന്റ് ആയിട്ടുള്ളൂ, ഉടനെ തന്നെ അതും അങ്ങോട്ട് ചെയ്യാൻ കേട്ടോ. ആമസോണിലേക്ക് വരുമ്പോഴത്തേക്ക് ചില പ്രോഡക്റ്റുകളൊക്കെ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട് റേറ്റ്. കാരണം OnePlusന്റെ ബഡ്സ് 3 5490 എന്നാൽ ഇപ്പോൾ ഈ ഒരു ഫ്രീഡം സെയിൽ നമുക്ക് 4490 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എയർഡോപ്സ് 141 ANC ഉണ്ടല്ലോ, 1590 നോർമൽ റേറ്റ്. എന്നാൽ ഇതിപ്പോൾ 1290 നമുക്ക് ആ ഒരു ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിൽ മേടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡെൽ 15 ആ ഒരു ലാപ്ടോപ്പ് i3 12th Gen ആണ്, 61,817 നോർമൽ റേറ്റ് കൊടുത്തിരുന്നത്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. 34,990 ഈ ഒരു ലാപ്ടോപ്പ് കിട്ടുന്നത്. ഇനി ആ ഒരു മൊബൈൽസിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും കുറെ ബ്രാൻഡുകൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്ന് റിവീൽ ആവും എന്നുള്ളത് അറിയത്തില്ല. റിവീലിംഗ് ഓൺ 3rd August. എന്തായാലും 3-ാം തീയതി ഇതിന്റെയൊക്കെ തന്നെ 3-ാം തീയതി ഇന്നല്ലേ, അപ്പോൾ പിന്നെ ഇതുവരെ റിവീൽ ആക്കിയിട്ടില്ലല്ലോ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ റിവീൽ ആക്കുമായിരിക്കും. എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് നോക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെയും ആ ഒരു ഫോണുകളുടെയൊക്കെ അവസാനം 9. ഫ്ലിപ്കാർട്ടിൽ ജസ്റ്റ് ഒരു 9 ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 2 ആക്കിയിട്ടുണ്ട്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇവിടെ ആദ്യം തന്നെ കൊടുത്തേക്കുന്നത് നമ്മുടെ OnePlusന്റെ Note C4 Lite 19,990 നോർമൽ റേറ്റ്. എന്നാൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 15 അല്ലെങ്കിൽ 16 രൂപയ്ക്ക് അകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ OnePlusന്റെ Note 4 ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്, മെറ്റൽ ബോഡിയൊക്കെ ഉള്ളൊരു ഫോണാണ്. എന്തായാലും 32 സംതിങ് ആണ് എൻ്റെ നോർമൽ റേറ്റ്. എന്നാൽ ഇത് നമുക്കൊരു 30,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 28,000 രൂപയ്ക്ക് അകത്ത് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫർ കിട്ടാൻ ചാൻസ് ഉണ്ട്. OnePlus 12R ആണെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. പിന്നെ iQ Neo 9 Pro ഒരു പെർഫോമൻസ് പ്ലസ് ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് 30,000 രൂപയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ്. എനിക്കൊന്ന് ഇപ്പോൾ എൻ്റെ വില 36,990 പക്ഷേ എന്തായാലും ഒരു 30-നകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. നാസോ 70 Pro നല്ലൊരു പ്രോഡക്റ്റ് ആണ്. 20,000 രൂപയ്ക്ക് നോക്കുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 15,000-16,000 രൂപ റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതുപോലെ തന്നെയാണ് കുറേ അധികം പ്രോഡക്റ്റുകളുടെ ഒക്കെ കൊടുത്തേക്കുന്നത്. ഐഫോൺ ഒന്നും ഇവിടെ കാണാനില്ല, അതൊക്കെ ചിലപ്പോൾ ഇനി അടുത്ത വരാൻ ചാൻസ് ഉണ്ട്. ഐഫോൺ, സാംസങ്ങിന് നമ്മുടെ S23 ഒക്കെ, S23 കഴിഞ്ഞ നമ്മുടെ ആ ഒരു ഓഫർ സെയിൽ നടന്ന സമയത്ത് 72,990 കിട്ടിയത്. സോ ഇവിടെ അതിനേക്കാളും പൈസ കുറയാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ആ ഒരു 72,000-നകത്ത് തന്നെ വരാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ആമസോണിലും ആ ഒരു നിങ്ങൾക്ക് ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ മൊബൈൽസിനൊക്കെ വരാൻ ചാൻസ് ഉള്ള റേറ്റുകൾ മറ്റുള്ള പഴയ റേറ്റുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ, അതും ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം നമ്മളുടെ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.